ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ഓൺട്രപ്രണേഴ്സും തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട കാര്യം. പലപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ തന്നെ വേറൊരു ഡിവിഷനൊക്കെ തുടങ്ങുമ്പോഴോ ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട മണ്ടത്തരങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മണ്ടത്തരങ്ങൾക്ക് വേണ്ടി പലരും പൈസ ഒരുപാട് ചിലവാക്കാറുണ്ട്. അതിന് പൈസ ചിലവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരിക്കും വേണ്ട കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കാൻ തികയാതെ വരും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 5 പ്രധാനപ്പെട്ട മണ്ടത്തരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും മണ്ടത്തരം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ചിലപ്പോൾ കുറച്ചൊന്ന് ഒഫെൻസീവായിട്ടുണ്ടാവും. ഈ മണ്ടത്തരം ഡിപ്പെൻസ് ആണ്. പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ അതൊരു മണ്ടത്തരമാവാം, ചില സാഹചര്യങ്ങളിൽ അല്ലാതിരിക്കാം. എങ്കിലും ഓൾ ടുഗദർ നോക്കിയാൽ മിക്ക സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളത് ഈ 5 കാര്യങ്ങളും വലിയ മണ്ടത്തരങ്ങളിൽ കലാശിക്കുന്നതായിട്ടാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം, ഫാൻസി ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സിന് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കുന്നതാണ്. പല റെസ്റ്റോറൻറ്റുകളും പൂട്ടിയിട്ടുള്ളത് ഇത്തരത്തിൽ ഫാൻസി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സിന് വേണ്ടി കോടികൾ ചിലവാക്കിയിട്ടാണ്. ഇത് ഒരു കാരണവശാലും ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തരില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ഇൻറ്റീരിയറിന് വേണ്ടി പൈസ ചിലവാക്കുക, അല്ലാതെ ഫാൻസി ആയിട്ടുള്ള ഇൻറ്റീരിയറിന് വേണ്ടി ഒരുപാട് പൈസ കളയാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ചില ബിസിനസ്സുകളിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് വേണ്ടി വന്നേക്കാം. പക്ഷേ അതൊരു എക്സെപ്ഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് അങ്ങനെയല്ലാത്ത ഘട്ടങ്ങളിലെല്ലാം പ്രാക്ടിക്കലായിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ഇൻറ്റീരിയർ തന്നെയാണ് വേണ്ടത്. അതിനകത്ത് നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം. അത് മാർക്കറ്റിങ്ങിനോ മറ്റുള്ള വളരെ പ്രധാനപ്പെട്ട സിസ്റ്റം ബിൽഡിംഗ് പോലുള്ള കാര്യങ്ങൾക്കോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം റിക്രൂട്ട്മെൻറ്റിലാണ്. അൺനെസസറി ആയിട്ടുള്ള സ്റ്റാഫ് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കൃത്യമായി ഇവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവില്ല. കൃത്യമായി എന്തൊക്കെയാണ് അവരിൽ നിന്ന് റിസൾട്ട് എടുക്കേണ്ടത് എന്നുള്ള ധാരണ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ അൺനെസസറി ആയിട്ടുള്ള സ്റ്റാഫിന് വേണ്ടി പൈസ ചിലവാക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ പല ആളുകൾക്കും എന്തിനു വേണ്ടിയാണ് സ്റ്റാഫ് അല്ലെങ്കിൽ എന്താണ് അയാൾ ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ ധാരണയില്ലാതെ പോകുന്നു. കൃത്യമായിട്ടുള്ള KRIs KPIs ഉണ്ടാക്കി ഇവരുടെ റിസൾട്ടുകൾ കൃത്യമായി റിവ്യൂ ചെയ്യുക എന്നുള്ളത് ഒരു ശീലമാക്കിയാൽ അല്ലെങ്കിൽ അതൊരു സിസ്റ്റമാക്കി മാറ്റിയാൽ ഈ പ്രശ്നത്തെ ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഇപ്പോൾ അൺനെസസറി ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് അവർക്ക് കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഇല്ലെങ്കിൽ അത് കൊടുത്ത് അവരെ അതിനകത്തേക്കാക്കുക അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. മറ്റൊന്ന്, ബ്ലൈൻഡായിട്ട് അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്യുന്നതാണ്. കൃത്യമായിട്ടുള്ള ടാർഗറ്റിംഗ് ഇല്ലാതെ, കൃത്യമായിട്ടുള്ള മെസ്സേജ് ഫോർമാറ്റുകളില്ലാതെ, കൃത്യമായ ധാരണയില്ലാതെ വെറുതെ ആഡുകൾ ചെയ്യുക. ഏറ്റവും കൂടുതൽ അൺനെസറി ആയിട്ട് പൈസ സ്പെൻഡ് ആവുന്നത് പലപ്പോഴും നമ്മൾ ഈ മെട്രോ പില്ലറിലൊക്കെ വലിയ വലിയ ആഡുകൾ കാണാറുണ്ട്. ഹോർഡിങ്ങുകളിൽ വലിയ ആഡുകൾ കാണാറുണ്ട്. കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് മെസ്സേജ് ഇല്ലാതെ ഇത് ആർക്കു വേണ്ടിയാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പോലും തോന്നുന്ന തരത്തിൽ വളരെ മോശമായിട്ട് അൺപ്രൊഫഷണലായിട്ട് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റുകളെല്ലാം വേസ്റ്റ് ഓഫ് മണിയാണ്, വേസ്റ്റ് ഓഫ് ടൈമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ വെറുതെ ബ്ലൈൻഡായി അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്യരുത്. കൃത്യമായി ടാർഗറ്റ് ഓഡിയൻസിനെ ഹിറ്റ് ചെയ്യുന്ന, അവരിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ വേണം പ്ലാൻ ചെയ്യാനായിട്ട്. അടുത്ത വളരെ കോമൺ ആയ, പ്രത്യേകിച്ചും റീറ്റെയിലേഴ്സിൻ്റെ അടുത്തും ട്രേഡേഴ്സിൻ്റെ അടുത്തും ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അൺനെസസറി ആയിട്ട് ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതായത് സ്റ്റോക്ക് എടുത്ത് വെക്കുന്നതാണ്. നമ്മൾ ആ കട മുഴുവൻ നിറഞ്ഞിരിക്കട്ടെ എന്നുള്ള ധാരണയിലൊക്കെ ഒരുപാട് സ്റ്റോക്ക് എടുത്ത് വെക്കും. പക്ഷേ നമ്മുടെ സെയിൽസിൻ്റെ മൊമെൻറ്റ്, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം സ്റ്റോക്ക് എടുത്ത് വയ്ക്കാൻ. അല്ലെങ്കിൽ അത് ഡെഡ് സ്റ്റോക്കായിട്ട് പോവും. വളരെ ഏജിങ് ഉള്ള സ്റ്റോക്കുകൾ ഉണ്ടാവും. പിന്നെ ഒരിക്കലും അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പോലും പറ്റാതെ വേസ്റ്റായി പോകുന്ന അവസ്ഥയുണ്ടാവും. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് തന്നെയാണ്, നിങ്ങളുടെ പൈസ തന്നെയാണ് എന്ന് റിയലൈസ് ചെയ്യുക. ആൻഡ് ഫൈനലി, പലപ്പോഴും ബ്രാൻഡിങ്ങിന് കൃത്യമായ പൊസിഷനിങ് കൊടുക്കാതെ പ്രീമിയമായിട്ട് പ്ലേസ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതായത് ആരാണിത് മേടിക്കുന്നതെന്നോ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ധാരണയില്ലാതെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസും പാക്കേജിങ്ങും മറ്റുള്ള ബാക്കിയുള്ള ആക്സസറീസും സംവിധാനങ്ങളുമെല്ലാം വളരെ വലിയ പ്രീമിയത്തിൽ പ്ലേസ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ അതിനൊക്കെ വേണ്ടി വളരെ ധാരാളിത്തം കാണിക്കുക, ഒരുപാട് സ്പെൻഡ് ചെയ്യുക. ചിലപ്പോൾ 2-3 വണ്ടികളടക്കം മേടിച്ചിടുക. വളരെ വലിയ രീതിയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വലിയ ഷോ ഓഫിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക. ഇത് പലപ്പോഴും വലിയ മണി വേസ്റ്റേജ് തന്നെയാണ്. അത്തരമൊരു ഇമേജ് നിങ്ങൾ കൃത്യമായി ഉണ്ടാക്കാൻ പ്ലാൻ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രീമിയം ബ്രാൻഡിങ് വലിയ വേസ്റ്റേജ് ആകും എന്നുള്ളത് ഉറപ്പ്. അപ്പോൾ അതുകൊണ്ട് ഈ കാരണങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇത്തരം കാരണങ്ങൾക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുന്നതെല്ലാം തന്നെ വലിയ മണ്ടത്തരങ്ങളായിട്ടാണ് പലപ്പോഴും കലാശിക്കാറുള്ളത്. എൻ്റെ
അനുഭവത്തിൽ ഒരുപാട് ബ്രാൻഡുകൾ, കേരളത്തിൽ ഒരുപാട് ബ്രാൻഡുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് വലിയ പരാജയങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രധാനപ്പെട്ട കാരണങ്ങൾ മണ്ടത്തരങ്ങൾ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ലിസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ഇതിനകത്ത് ആവശ്യമുള്ള ഫണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ അതിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി സിസ്റ്റംസും പ്രോസസ്സുകളും കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കുന്നതിന് വേണ്ടി വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കൃത്യമാക്കുന്നതിന് വേണ്ടി ഇതിനൊക്കെ വേണ്ടി പൈസ സ്പെൻഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓൾ ദ ബെസ്റ്റ്.